നമ്മൾ പഞ്ച് എന്ന കുരങ്കുട്ടീനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ പഞ്ചിനെ കാണുമ്പോൾ നമുക്ക് ഉള്ളൊരു വാത്സല്യവും നമുക്കൊരു ബോണ്ടിങ് ഒക്കെ നമുക്ക് അതിലേക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഞ്ചിന്റെ വീഡിയോ കണ്ടിട്ട് കരയാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പഞ്ചിനോട് ഇത്രയും അധികം കണക്ഷനും നമുക്ക് വാത്സല്യമൊക്കെ തോന്നാൻ കാര്യം? കാരണം നമ്മൾ പഞ്ചിനെ നമ്മളൊരു കുരങ്ങൻ കുട്ടിയായിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പഞ്ചില് നമ്മളെ തന്നെയാണ് നമ്മൾ പഞ്ചിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പഞ്ചിനോട് ഇത്രയും നമുക്ക് ബോണ്ടിങ്ങും നമുക്ക് അതിനോട് ഇത്രയും സ്നേഹമൊക്കെ നമുക്ക് തോന്നുന്നത്. നമ്മൾ ചുറ്റിനും കണ്ണോടിച്ച് നോക്കും, നമ്മുടെ ചുറ്റും നിറച്ചും മനുഷ്യന്മാരുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചിന്റെ ചുറ്റിനും ഉള്ള കുരങ്ങന്മാരും. പഞ്ചിനെ ആരും മൈൻഡാക്കുന്നില്ല, പഞ്ചിനെ ആരും പിടിക്കുന്നില്ല, പഞ്ചിനെ ആരും കൂട്ടില്ല, ഒന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യന്മാരും. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. പഞ്ച് പിന്നെ മറ്റേ ഓറാങ്കുട്ടൻ്റെ ഒരു പാവക്കുട്ടിയായിട്ട് അതായിട്ട് കളിക്കുമ്പോഴും അതിനെ കെട്ടിപ്പിടിക്കുമ്പോഴും പഞ്ച് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുമ്പോഴും നമുക്ക് ഭയങ്കര അധികം സങ്കടവും എന്തൊക്കെയോ നിരാശ എന്തൊക്കെയോ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ രാത്രി നമ്മൾ തലയണ കെട്ടിപ്പിടിച്ച് കരയാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഓർമ്മകൾ വരുന്നുണ്ടാവും. ഇതായിരിക്കും ഒരു കാരണം, പഞ്ചിനോടുള്ള ഒരു അട്രാക്ഷൻ്റെ ഒരു കാരണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഞ്ചിന് ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയപ്പോൾ പഞ്ചിന് അമ്മ കുരങ്ങ് അതിനെ കെട്ടിപ്പിടിച്ചപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് നമുക്ക് തോന്നിയത്. ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഇതേപോലെ ഹഗ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഹഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ വളരെയധികം കുറയ്ക്കുകയും ഓക്സിറ്റോക്സിൻ എന്ന ബോണ്ടിങ് ഹോർമോൺ കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരത്തിലും കിട്ടാത്ത ആശ്വാസം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അതായത് ഓക്സിറ്റോക്സിൻ, സെറട്ടോണിൻ, ഡോപാമിൻ പോലത്തുള്ള ഹോർമോൺസ് അതിൽ കൂടുകയും കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോൺ കുറയുകയും ചെയ്യും. അപ്പൊ ഈ ആയുർദൈർഘ്യം കൂടുകയും ചെയ്യും. നമുക്ക് പരസ്പരം എല്ലാവർക്കും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിനും നമ്മളുടെ ബാക്കിയുള്ളവരുടെ ജീവിതദൈർഘ്യത്തിനൊക്കെ കാരണമാകാം. നന്ദി.